തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭാപിതാവായ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇപ്രകാരം പറയുകയുണ്ടായി: The glory of the world passes away, but the one who builds his life in God stands forever. ലോകത്തിന്റെ മഹത്വം ഇല്ലാതാകും, എന്നാൽ ദൈവത്തിൽ ജീവിതം പണിയുന്നവൻ ശാശ്വതമായി നിലനിൽക്കും. ഈ വാക്കുകൾ മനുഷ്യജീവിതത്തിന്റെ വലിയ സത്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം നമുക്ക് കാണാം. ക്രിസ്തുവിന് മുമ്പ് 330 അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മഹത്തായ രാജധാനിയായ പെർസിപ്പോലിസ് നഗരം കീഴടക്കി. ആ നഗരം ദാരിയസ് മൂന്നാമൻ ഭരിച്ചിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മഹത്തായ കേന്ദ്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജധാനികളിൽ ഒന്നായിരുന്ന ആ നഗരം അലക്സാണ്ടർ ചക്രവർത്തിയും പടയാളികളും ചേർന്നുള്ള യുദ്ധവിജയാഘോഷത്തിൽ മദ്യലഹരിയിൽ ഈ സാമ്രാജ്യം ചാമ്പലാക്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നശിച്ചു കിടക്കുന്ന ചാരക്കൂമ്പാരമായ നഗരം കണ്ട് അലക്സാണ്ടർ തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ചുവെന്ന് ചരിത്രം പറയുന്നു. ബൈബിളിലും പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:28 വായിക്കുന്നു: ദാനിയേൽ ദാരിയാവേശിന്റെ രാജ്യത്തിലും പേർഷ്യൻ രാജാവായ കോരശിന്റെ രാജ്യത്തിലും മഹോന്നതനായി. ഒന്നാമതായി, ലോകത്തിന്റെ മഹത്വം താൽക്കാലികമാണ്. 1 പത്രോസ് 1:24 സകല ജഡവും പുല്ലുപോലെയും അതിന്റെ സകല മഹത്വവും പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുണങ്ങും, പൂ വീഴും. അതുപോലെ ലോകത്തിലെ സമ്പത്തും അധികാരവും മഹത്വവും താൽക്കാലികമാണ്. ചരിത്രത്തിൽ ഒരു കാലത്ത് ലോകത്തെ ഭരിച്ചിരുന്ന വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മഹത്തായ തലസ്ഥാനം പെർസിപ്പോലിസ്. അത് ലോകത്തിന്റെ സമ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു. എന്നാൽ പിന്നീട് അത് നശിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യമഹത്വം ഒരിക്കലും ശാശ്വതമല്ല. രണ്ടാമതായി, ദൈവത്തിൽ പണിയുന്ന ജീവിതം സ്ഥിരമായിരിക്കുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ: എന്റെ ഈ വചനങ്ങൾ കേട്ട് അവ അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാൻ പോലെയാണ്. മഴയും കാറ്റും വന്നാലും ആ വീട് വീഴില്ല, കാരണം അത് പാറമേൽ പണിതതാണ്. ദൈവത്തിൽ പണിയുന്ന ജീവിതം അതുപോലെയാണ്. സാഹചര്യങ്ങൾ മാറിയാലും പരീക്ഷണങ്ങൾ വന്നാലും ആ ജീവിതം സ്ഥിരമായി നിലനിൽക്കും. 1 പത്രോസ് 1:25 കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തിലെ എല്ലാം മാറും, സമ്പത്ത് മാറും, സ്ഥാനങ്ങൾ മാറും, രാജ്യങ്ങൾ മാറും, പക്ഷേ ദൈവവചനം ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് തന്നെ ആ മുഖവചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു: The glory of the world passes away, but the one who builds his life in God stands forever. ഇത് നമ്മോടും ചോദിക്കുന്നുണ്ട്: നമ്മുടെ ജീവിതം ഏത് അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു? ലോകത്തിന്റെ മഹത്വത്തിലോ അല്ലെങ്കിൽ ദൈവത്തിലോ? പ്രിയരെ, ലോകത്തിന്റെ മഹത്വം ഒരു ദിവസം അവസാനിക്കും, പക്ഷേ ദൈവത്തിൽ പണിയുന്ന ജീവിതം ശാശ്വതമായി നിലനിൽക്കും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6:33 യേശുതമ്പുരാൻ പറയുന്നു: ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിപ്പീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.